പ്രതിദിന ചിന്തകളുടെ 73-ാം അധ്യായത്തിലേക്ക്, ബഷീർ ദിന പ്രശ്നോത്തരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ജനിച്ചതെന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാത്തിമ ബീവി. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് നോവലിലാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ. മുസ്ലിം സാമൂഹ്യ ജീവിതം പ്രമേയമാക്കിയ ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏത്? ബാല്യകാലസഖി. ഒരിടത്തൊരു സുൽത്താൻ എന്ന ബാലസാഹിത്യകൃതി രചിച്ചതാര്? കിളിരൂർ രാധാകൃഷ്ണൻ. മാന്ത്രികപ്പൂച്ച എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ബഷീറിൻ്റെ മകൾ ഷാഹിന. ബഷീറിൻ്റെ ഒറ്റക്കണ്ണൻ പോക്കർ ഏത് നോവലിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ എഴുതിയ പ്രേമകഥകളിൽ വെച്ച് ഏറ്റവും അസാധാരണമായ ഒരു പ്രേമകഥ. സംഭവം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷവും ഏകാന്തതയിൽ നുണഞ്ഞാസ്വദിക്കാവുന്ന ഒരു പ്രേമകഥ. ബഷീറിൻ്റെ ഒരു നോവലിനെക്കുറിച്ച് പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞതാണിത്. ഇവിടെ നോവൽ ഏത്? ഇങ്ങനെ പറഞ്ഞതാര്? മതിലുകൾ എന്ന നോവലിനെക്കുറിച്ച് റൊണാൾഡ് E. ആഷർ പറഞ്ഞത്: ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ബഷീറിൻ്റെ ഒരു കൃതി ആരംഭിക്കുന്നത് ഈ വാക്യത്തോടെയാണ്. ഏതാണ് ഈ കൃതി? പ്രേമലേഖനം. യൗവനതീക്ഷ്ണം സുരഭിലസുന്ദരം മധുരോദാരം ഈ പ്രേമലേഖനം. ഭാർഗവീ നിലയം എന്ന സിനിമയിൽ ഹാസ്യനടനായി പ്രത്യക്ഷപ്പെട്ട പത്മദളാക്ഷന് കുതിരവട്ടം പപ്പു എന്ന പേര് നൽകിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആധാരമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രം ഏത്? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? A. വിൻസെൻ്റ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ച നീണ്ടകഥയാണ് പ്രേം പാറ്റ എന്ന പേരിൽ ബഷീറിൻ്റെ മരണശേഷം പുസ്തകമാക്കിയത്. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ പരമ്പരയുടെ പേരെന്തായിരുന്നു? മരച്ചുവട്ടിൽ. ജീവിതത്തിൽ നിന്ന് പിച്ചിച്ചീന്തിയ ഒരേടാണിത്. അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ചിലർക്ക് ചുടുചോര കാണുമ്പോൾ ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ചു വേണം ഈ പുസ്തകം വായിക്കാൻ. ബഷീറിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് പ്രശസ്തനായ ഒരു നിരൂപകന്റെ അഭിപ്രായമാണിത്. ഇവിടെ നിരൂപകൻ ആര്? പുസ്തകം ഏത്? നിരൂപകൻ MP പോൾ. പുസ്തകം ബാല്യകാലസഖി. വിദേശിയായ റൊണാൾഡ് E. ആഷർ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചെഴുതിയ കൃതി ഏതാണ്? ബഷീർ മലയാളത്തിൻ്റെ സർഗവിസ്മയം. മതനിരപേക്ഷതയുടെ പ്രതീകമായ ആകാശമിഠായി കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ പ്രശസ്ത നോവൽ ഏത്? പ്രേമലേഖനം. ബഷീറിൻ്റെ ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? റൊണാൾഡ് E. ആഷർ, അച്ചാമ കോയിൽപ്പറമ്പിൽ എന്നിവർ ചേർന്ന്. ബാല്യകാലസഖി എന്ന നോവലിൻ്റെ ആദ്യ പതിപ്പിൻ്റെ കവർ ചിത്രം വരച്ചത് ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ. പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചതോടെ പൊൻകുരിശ് എന്ന വിശേഷണം പേരിനൊപ്പം കിട്ടിയ ബഷീറിൻ്റെ കഥാപാത്രം ആരാണ്? തോമ. പൊൻകുരിശ് തോമ. ബഷീറിൻ്റെ ജീവിതത്തിലൂടെ മലയാളത്തിലെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ നടത്തുന്ന സഞ്ചാരമാണ് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന കൃതി. ആരാണിതിൻ്റെ രചയിതാവ്? പെരുമ്പടവം ശ്രീധരൻ. ആനവാരിയും പൊൻകുരിശും, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നീ 3 ചെറു നോവലുകളിലും ബഷീർ വർണ്ണിക്കുന്ന സ്ഥലം ഏതാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ്. ബഷീറിൻ്റെ മതിലുകൾ ചലച്ചിത്രമാക്കിയപ്പോൾ അതിൻ്റെ തിരക്കഥാരചന നിർവഹിച്ചതാര്? അടൂർ ഗോപാലകൃഷ്ണൻ. തടവറയുടെ പശ്ചാത്തലത്തിൽ
ബഷീർ എഴുതിയ പ്രശസ്തമായ നോവൽ ഏതാണ്? മതിലുകൾ. ഒരു കുടുംബത്തിൽ ഏതാനും ആഴ്ചകളിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രമേയമാക്കിയ ബഷീറിൻ്റെ പ്രശസ്തമായ നോവലേത്? പാത്തുമ്മായുടെ ആട്. ബേപ്പൂർ സുൽത്താൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.